ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ആ ബോട്ടിൽസ് എല്ലാം പരിശോധിച്ചു. അതിലെല്ലാം കോമണായി സം കെമിക്കൽ ചേർത്തിട്ടുണ്ട്. അതെങ്ങനെ? ഇവർക്കെല്ലാം ട്രിപ്പ് കൊടുത്തതിന് ശേഷം ആരെങ്കിലും അതിൽ ഇഞ്ചെക്ട് ചെയ്തതാവാം. അല്ലെങ്കിൽ ഇവർക്ക് മെഡിസിൻ എടുക്കുന്ന സമയത്ത് തന്നെ കെമിക്കൽ ചേർത്തതാവാം. എന്ത് കെമിക്കലായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതെനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ നടത്തിയാൽ അത് അറിയാൻ സാധിക്കും. പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഡിസിൻ പരിശോധിച്ചതുകൊണ്ടാണ് എനിക്കത് കണ്ടെത്താൻ സാധിച്ചത്. മരിച്ചവരെല്ലാം അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തിരുന്നവരാണ്. അതൊന്നും ഇനി ആർക്കും പ്രയോജനപ്പെട്ടില്ല അല്ലേ? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം. ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച ഈ കെമിക്കൽ കൊണ്ട് സംഭവിക്കുന്നത് ബ്രെയിൻ ഡെത്താണ്. അവയവങ്ങളൊന്നും ഇത് ബാധിക്കുന്നില്ല. അപ്പൊ അവയവങ്ങൾ എടുക്കാൻ വേണ്ടി ഇവരെ മനഃപൂർവ്വം കൊന്നതായിരിക്കും. സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സിന് ഇതിൽ പങ്കുണ്ടാവില്ലേ? അത് നമുക്കിപ്പോ ഉറപ്പിക്കാൻ പറ്റില്ല. ഗൂഗിൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഡ്രിപ്പിൽ ഒരു കെമിക്കൽ ചേർക്കുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതെ. എന്തായാലും ഇവിടെ നമുക്ക് കൂടുതൽ പരിശോധനകൾ നടത്തണം. ഇതേ പാറ്റേണിൽ ഇതിനു മുമ്പ് മരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയണം. നിങ്ങൾ നോക്ക് കേട്ടോ. ശരി. സ്വിച്ച് ഓഫോ? എന്തിനാ ഓഫ് ചെയ്തേ? ഇനിയിപ്പൊ ഞാൻ ഇവരോടൊക്കെ എന്തു പറയും? ചേച്ചി, പൃഥ്വി വിളിച്ചോ? എന്താ പറഞ്ഞേ? ഞാൻ വിളിച്ചു അവനെ. പക്ഷെ കോള് കണക്ട് ആയില്ല. അവൻ എന്തേലും എമർജൻസി ആയിട്ട് പോയതായിരിക്കും. മോള് ടെൻഷൻ ആവണ്ട കേട്ടോ. പൃഥ്വി വന്നോളും. നോക്കട്ടെ. എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിയല്ലോ അല്ലേ? ഞങ്ങളെല്ലാം എടുത്തു അല്ലേ നീരജെ? അതെ, ഇവിടെ വന്നത് നന്നായി. നല്ല കളക്ഷൻ ഉണ്ട്. അല്ല, ഇതെന്താ വസുമതി ആന്റിയും ഗിരിജേച്ചി ഒന്നും മേടിക്കാതിരിക്കുന്നേ? അല്ല, നിങ്ങളുടെയൊക്കെ ഡ്രസ് എവിടെ? അത് ഞങ്ങൾ പിന്നെ വാങ്ങിച്ചോളാം പൂർണിമ. അല്ല, അതെന്താ അങ്ങനെ? നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വാങ്ങാനല്ലേ ഇങ്ങോട്ട് വന്നത്? അത് പൂർണിമ, ഞങ്ങൾ ATM കാർഡ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാ വാങ്ങാത്തെ. ഓ, എന്താ ആന്റി ഇത്? എന്നെ എന്തിനെങ്ങനെ അന്യായി കാണുന്നേ? നമ്മളെല്ലാം ബന്ധുക്കളായി കഴിഞ്ഞില്ലേ? നിങ്ങക്ക് വേണ്ടതല്ലേ ഇപ്പൊ തന്നെ വാങ്ങണം. ക്യാഷ് എല്ലാം ഞാൻ പേ ചെയ്തോളാം. അതൊന്നും വേണ്ട പൂർണിമേ. അഷ്മോൾക്കുള്ളത് വാങ്ങിച്ചല്ലോ, അത് മതി. പറ്റില്ല, എല്ലാവർക്കും വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന് ഞാൻ കരുതൂ. എന്തിനാ പൂർണിമ അവരെ നിർബന്ധിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് വാങ്ങട്ടെ. അതെ, ചിലപ്പോ ഇവര് വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഏയ് ഇല്ല, അങ്ങനെ ഒരു തീരുമാനം ഇല്ല അല്ലേ നാത്തൂനെ? അതെ, അങ്ങനെ തീരുമാനമൊന്നുമില്ല. പിന്നെന്തിനാ താമസിപ്പിക്കുന്നേ? വേണ്ടതെല്ലാം വാങ്ങിക്കോ. അശി, അഞ്ജനയ്ക്ക് വേണ്ടതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ശരി. ചെല്ലേ.